ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള തൊഗാഡിയ എന്നറിയപ്പെടുന്ന വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ വാക്കുകളാണ്. സംഘടിത സമുദായങ്ങൾ വളർന്നു, ഈഴവർ തളർന്നു. ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് മുമ്പിൽ ഇടതു വലതു മുന്നണികൾ മൗനം പാലിക്കുന്നു. കേരളം വൈകാതെ മുസ്ലിം പ്രദേശമാകും, മുസ്ലിം ഭൂരിപക്ഷമാകും. കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷമാകും. എന്താ തണ്ടിത്തരമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ജാതി ചോദിക്കരുത്, പറയരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മദ്യം വിഷമാണ്, അത് കൊടുക്കരുത്, കുടിക്കരുത്. ഇതാണ് SNDP എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ വിഷം ചീറ്റുന്ന പ്രസ്താവന ഇറക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനം. ആ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളാപ്പള്ളിയെ എന്നേ അടിച്ചു കൊല്ലുമായിരുന്നു. ശ്രീനാരായണ ഗുരു ഇന്ന് എവിടെയെങ്കിലും അദ്ദേഹം പുതിയൊരു ജന്മം ജനിച്ചു വരണമെങ്കിൽ വെള്ളാപ്പള്ളിയെ കഴയിലേറ്റും. എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വയ്ക്കുന്നത്? നാട്ടില് അസംതൃപ്തിയും അക്രമവും വിദ്വേഷവും വെറുപ്പും പുലർത്തുന്ന പ്രസ്താവനകളല്ലാതെ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഈഴവ സമുദായത്തിന് ഇന്ന് വരെ എന്താണ് നേട്ടമുണ്ടായത്? കേരളത്തില് മുസ്ലിങ്ങൾക്ക് എന്താ വളർന്നൂടെ? ഈ വെള്ളാപ്പള്ളിക്ക് എത്ര സഹോദരങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 12ഓ 13ഓ ഉണ്ട്. അപ്പോ ഈഴവര് അയാളുടെ സ്വന്തം കുടുംബത്ത് തന്നെ 12ഓളം അംഗങ്ങളുള്ള ഒരു കുടുംബം, അയാളുടെ സഹോദരിമാരും സഹോദരന്മാരുമായിട്ട്. എന്നിട്ടാണ് പറയുന്നത് മുസ്ലിങ്ങൾ ആവശ്യം പോലെ പ്രസവിച്ചു കൂട്ടുന്നു, ഈഴവർ പ്രസവിച്ചു കൂട്ടുന്നില്ല. അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ ആവശ്യം പോലെ പ്രസവിച്ചോളെ, എങ്കിലേ മുസ്ലിങ്ങളുമായിട്ട് നമുക്ക് മത്സരിക്കാൻ ഒക്കുള്ളൂ. അപ്പൊ മുസ്ലിം ഭൂരിപക്ഷമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രസവിച്ചു. ഇയാൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഈ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പച്ചവർഗീയത പറയുന്ന ഒരു സമുദായ നേതാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതും ജാതി ചോദിക്കരുത്, പറയരുത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന തത്വസംഹിതയിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട വ്യക്തിയാണ്. ഈ വ്യക്തിയ SNDPയുടെ തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയാലും SN ട്രസ്റ്റിൻ്റെ ആയാലും അധ്യസ്ഥ സ്ഥാനത്തോ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലോ ഇരുത്തിയാൽ ആ പ്രസ്ഥാനം എങ്ങനെയാണ് വളരുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിൽ മുഖ്യമന്ത്രിമാർ ഒരുപാടുണ്ടായിട്ടുണ്ട്. കേരളം രൂപീകൃതമായതിനു ശേഷം നമ്പൂതിരിയായി, മേനോനായി, നായരായി, ഈഴവനായി, ക്രിസ്ത്യാനിയായി. എത്ര മുസ്ലിങ്ങളാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുള്ളത്? ഇവിടെയുള്ള മീഡിയകൾ, പത്രങ്ങൾ, ബാക്കിയുള്ള ടെലിവിഷൻ ചാനലുകൾ എന്താണ് ഇതൊന്നും ചർച്ച ചെയ്യാത്തത്? മുസ്ലിങ്ങൾക്ക് എന്താ മുഖ്യമന്ത്രി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കൂടെ? മുസ്ലിം ഭൂരിപക്ഷമാവും, മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകും. മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായാൽ എന്താ? വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ നിന്ന് ചെലവ് കൊടുത്ത മുഖ്യമന്ത്രി ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഈഴവനും നായർക്കും നമ്പൂതിരിക്കും ക്രിസ്ത്യാനിക്കും ഒക്കെ മുഖ്യമന്ത്രിയാവാൻ മുസ്ലിമിനെ ആക്കിക്കൂടാ? അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ അജണ്ടയാണ്. ഇയാൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. വിഷം ചീറ്റി ജനങ്ങളിൽ വിഭാഗീയത ഉണ്ടാക്കി ജനങ്ങളെ 2 തട്ടിൽ നിർത്തി അടുത്ത ഇലക്ഷൻ വരെയാണ്, നിയമസഭാ ഇലക്ഷൻ വരെ. അതിനു മുമ്പായിട്ട് ഇവിടെ കലക്കണം, കേരളം കലക്കി ഉണ്ടാക്കണം. പക്ഷേ വെള്ളാപ്പള്ളി മനസ്സിലാക്കാനുള്ളത്, കേരളത്തിലെ എല്ലാ ജനങ്ങളും നിന്റെ ഈ ചീർത്ത വയറുമായിട്ട് നടക്കുന്നില്ലേ? നിന്നെപ്പോലെ ഉള്ള ചിന്തിക്കുന്ന മനുഷ്യരല്ല. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും സോഷ്യലിസത്തിലും വിശ്വസിക്കുന്നതാണ്. ഈ വെള്ളാപ്പള്ളി ഈ ഈഴവ സമുദായത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? ഇവിടെ ആർ ശങ്കർ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് ഈഴവ സമുദായത്തിന് വേണ്ടി. ഇയാൾ എന്താണ് ചെയ്തത്? ആ പണ്ട് കാലത്ത് ചെയ്തിട്ടുള്ള കോളേജായിരുന്നാലും ശരി, ബാക്കിയുള്ള സ്കൂളുകളായിരുന്നാലും ശരി, ഏതൊരു ആതുര സേവന ആലയങ്ങളായിരുന്നാലും ശരി. കൊല്ലത്ത് നല്ല വലിയ ഹോസ്പിറ്റലുണ്ട്, ശങ്കർ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അത് പിന്നെയാണ് ശങ്കർ മരിച്ചതിന് ശേഷമാണ് അത് അങ്ങനെ പേരിട്ടത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി ഉണ്ടാക്കി. എന്താണ് ഉണ്ടാക്കിയത്?
സ്വന്തം പേരിൽ, ഭാര്യയുടെ പേരിൽ, അളിയന്റെ പേരിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഈഴവ സമുദായത്തിന്റെ പേരിൽ, SNDPയുടെ പേരിൽ അയാളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം മനസ്സിലാക്കാം, അച്യുതാനന്ദൻ ഇവിടെ 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. പിണറായി ഇതാ 10ാം വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇവരൊന്നും മുസ്ലിങ്ങളല്ല. നല്ല പക്ക ഈഴവരാണ്. അവർ ക്രിസ്ത്യാനിയല്ല, അവർ നായരല്ല, അവർ നമ്പൂരിയല്ല. അപ്പോ ഇയാൾക്ക് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാം. പിണറായിയുടെ ജിഹ്ബയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് എല്ലാവർക്കും അറിയാം. പിണറായി അത്രത്തോളം സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അത്രത്തോളം ആദരം കൊടുക്കുന്ന വ്യക്തിയാണ്. ഇപ്പൊ മലപ്പുറം പാകിസ്ഥാനാണ്, മലപ്പുറം മുസ്ലിങ്ങൾ വിചാരിക്കുന്നേ നടക്കുള്ളൂ, അവർക്കെതിരെ ഒന്നും സംസാരിക്കാൻ ഒക്കില്ല എന്നുള്ള വിഷം ചീറ്റി പിന്നെ മലപ്പുറം വിട്ടപ്പോൾ സ്വർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ച് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത ആളാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ബാക്കിയുള്ള സമുദായം, ഈ രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നാലും ശരി, ബാക്കിയുള്ള മതേതരത്തിൽ വിശ്വസിക്കാത്ത സംഘികളായാലും ശരി, ക്രിസംഘികളായാലും ശരി, വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണ്. വെള്ളാപ്പള്ളി എന്താണ് സത്യം പറഞ്ഞത്? മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതാണ് സത്യം. നാട്ടില് സമാധാനക്കേട് ഉണ്ടാക്കുന്ന, അക്രമം ഉണ്ടാക്കുന്ന, വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വെള്ളാപ്പള്ളി പോലെയുള്ള ഈ ചെറ്റത്തരം പറയുന്ന ഈ ആളുകളെ കഴിയുന്നത്ര ഒഴിവാക്കണം. ഈ ഈഴവ സമുദായത്തിൽ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അവരെ എന്നും ഈ SNDPയുടെ SN ട്രസ്റ്റിന്റെ മേലധികാരികളാക്കാൻ, ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുത്താൻ ഈഴവർ വിചാരിച്ചാലല്ലേ നടക്കൂ. അവർ വിചാരിക്കണ്ടേ? ഇയാൾക്കെന്ന് പറഞ്ഞാൽ കള്ള് കച്ചവടം അല്ലേ ഉള്ളൂ. ഇയാൾ കള്ളും കുടിച്ച് ബോധമില്ലാതെ അല്ലേ ഇയാൾ നടക്കുന്നത്? യാതൊരു ബോധം ഉണ്ടായി ഇയാൾക്ക്. അപ്പൊ പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, ഈഴവന്മാര് ഈഴവര് പന്നി പെറ്റ് കൂട്ടുന്ന പോലെ മക്കളെ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ഈഴവരെ പറ്റി മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. അതേ വെള്ളാപ്പള്ളിയാണ്, ആ ഈഴവ സമുദായത്തിലുള്ള വെള്ളാപ്പള്ളിയാണ് പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ പെറ്റുകൂട്ടുന്നത്. അപ്പൊ ഇയാളെ വീട്ടിൽ തന്നെ ഉണ്ട് 12-13 എണ്ണം. എന്നിട്ടാണ് അയാൾ പറയുന്നത്. BJPയുടെ എടുക്കാം, സുരേഷ് ഗോപിക്ക് എത്ര മക്കളുണ്ട്? കൃഷ്ണകുമാറിന് എത്ര മക്കളുണ്ട് തിരുവനന്തപുരത്തുള്ള? അപ്പോ ഇതെല്ലാം അവർക്കെല്ലാം ആവാം. മുസ്ലിങ്ങൾക്ക് 2, 3, 4 ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോ ഏത് സമുദായം എടുത്ത് നോക്കിയാലും 2 അല്ലെങ്കിൽ 3, അതിൽ കൂടുതൽ മക്കൾ ഉണ്ടാക്കുന്നില്ല അവരാരും. പ്രൊഡക്ഷൻ നിർത്തിവെക്കുകയാണ്. എന്നിട്ടും പറയുന്ന മുസ്ലിങ്ങളെ ഉണ്ടാക്കുന്നു ആവശ്യമില്ല. പിന്നെ ഈ കള്ളു കുടിച്ച് ബോധമില്ലാതെ അവന്റെ ലൈംഗികമായ അവന്റെ കഴിവിനെ തന്നെ ഇല്ലായ്മ ചെയ്യല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. അവന്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? അവന്റെ ബിസിനസ് കള്ള് ബിസിനസ്സാണ്, പലിശയ്ക്ക് കൊടുപ്പാണ്. ഈ പലിശയ്ക്ക് കൊടുത്തും ജനങ്ങളെ കൊള്ളയടിച്ചും ഈ മദ്യം കൊടുത്തും മയക്കിയല്ലേ ഇങ്ങനെ ഇവൻ തടിച്ചു കൊഴുക്കുന്നത്. അല്ലാതെ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിവില്ല. ഏതായാലും ശരി, ഇങ്ങനെയുള്ള വിഷജന്തുക്കളെ നമ്മളെല്ലാം അകറ്റി നിർത്തണം. ജനങ്ങൾക്ക് സമുദായം ഏതെന്ന് നോക്കേണ്ട കാര്യമില്ല. മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഇനി ആരായാലും ശരി, അതിൽ വിഭാഗീയതയും ജാതി സ്പർദ്ധയും ഉണ്ടാക്കി ജനങ്ങളെ കൂട്ടിയടിപ്പിക്കാതെ നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കാൻ ഈ വെള്ളാപ്പള്ളിക്ക് വയസ്സാം കാലത്ത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യനാണ്. നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന്, ഐശ്വര്യത്തിന്, ജനങ്ങളുടെ സൗഹാർദ്ദത്തിന്, സന്തോഷത്തിനാ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഇനിയെങ്കിലും ഇയാൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി അയാൾ അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെങ്കിൽ SN ട്രസ്റ്റിന്റെ ആ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് ഇയാളെ മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈഴവ സമുദായപ്പെട്ട നല്ല സഹോദരങ്ങൾ ഇയാളെ ഒഴിവാക്കി ഇയാളെ റിട്ടയർമെന്റ് കൊടുത്ത് വീട്ടിൽ വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം ഒന്നിച്ച് സൗഹാർദ്ദത്തോടെ, നമ്മുടെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യ സമാധാനവും സന്തോഷവും സൗഹൃദവും ആയിട്ട് ജനങ്ങൾ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം. ജയ് ഭാരത്, ജയ് ഇന്ത്യ, ജയ് ഹിന്ദ്.